ഹായ് ഗൈസ്, ഇതാണ് എൻ്റെ റൂമിൻ്റെ സെറ്റപ്പ് ഇപ്പോൾ ഉള്ള കറണ്ട് അവസ്ഥയിൽ. ഓക്കെ, ഇതാണ് എൻ്റെ റൂമിൻ്റെ പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം വരുന്നത്. നമ്മൾ ട്രേഡിങ് കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഡെസ്കിലാണ്. ഇതല്ല ലാപ്പ്, ഇതെൻ്റെ ഫസ്റ്റ് ലാപ്പാണ്. ഞാൻ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് വാങ്ങിയിട്ടുള്ള ലാപ്പാണ്. ഒരു അറ്റാച്ച്മെൻ്റ് ഉള്ളതുകൊണ്ട് തന്നെ കൊടുക്കലും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു 4 years സംതിങ് മുന്നേ വാങ്ങിയതായിരുന്നു. ഓക്കെ, അപ്പോൾ ഇപ്പം ഞാൻ നോർമലി ട്രേഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു മാക് ആയിരുന്നു. ഒരു മാക് പ്രോ 2019 മോഡലായിരുന്നു. ഒരു പഴയ മോഡലാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ അടുത്തെൻ്റെ മാക്ക് കംപ്ലൈൻറ്റ് ആയപ്പോൾ ഞാൻ ചിന്തിച്ചത് ഇപ്പോൾ ഒരു 1 year ആയി ഞാൻ ജോബും കാര്യങ്ങളും കിട്ടിയിട്ട് ഫുൾ ടൈം ആയിട്ട് ട്രേഡും കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങിയിട്ട് ഫുൾ ടൈം ആയിട്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ സെറ്റപ്പും കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്യാനുള്ള പ്ലാനാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു സെറ്റപ്പ്, ഈ ഒരു റൂമിൻ്റെ കളേഴ്സ്, അതേപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം വാങ്ങിക്കൊണ്ട് അയച്ചിട്ടുണ്ട്. റൂം പെയിൻറ്റിങ് കാര്യങ്ങൾ ചെയ്യേണ്ടത്, അതേപോലെ കളറും കാര്യങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരാം. അതേപോലെ നമ്മൾ ട്രേഡ് ചെയ്യുന്ന ഡെസ്കും കാര്യങ്ങളും ഇതൊക്കെയാണ്. ഓക്കെ, ഈ ചെയറിലാണ് ഞാൻ ട്രേഡിങ് കാര്യങ്ങളും വേണ്ടിയിട്ട് ഇരിക്കാറുള്ളത്. ഈ ഒരു ചെയർ, അതേപോലെ തന്നെ നമ്മളിപ്പോൾ ലാപ്പ് ഓൾറെഡി അത് കംപ്ലൈൻറ്റും കാര്യങ്ങളും ക്ലിയർ ആക്കിയതിന് ശേഷം നമ്മൾ വാങ്ങും. അതേപോലെ തന്നെ നമ്മൾ മോണിറ്ററിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. മോണിറ്റർ കേർവ് ഡിസ്പ്ലേ, അതേപോലെ തന്നെ മാക് മിനി ആ ഒരു സെറ്റപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നുണ്ടാകും. എത്ര കോസ്റ്റ് ആവും, എന്തൊക്കെ ഡിസ്കൗണ്ട് എടുക്കാൻ പറ്റും, നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു സെറ്റപ്പും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായിട്ട്. അതിൻ്റെ പ്രൈസും കാര്യങ്ങളെല്ലാം ഞാൻ ലാസ്റ്റ് പറയുന്നതാണ്. ഓൾറെഡി നമ്മൾ പ്രൊഡക്റ്റും കാര്യങ്ങളെല്ലാം ബുക്ക് ചെയ്തിട്ടുണ്ട് ഫ്ലിപ്കാർട്ടിൽ, അതേപോലെ ഓഫ്ലൈനെല്ലാം ആയിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. ആ പ്രൊഡക്റ്റിന് 2-3 ദിവസത്തിനുള്ളിൽ നമുക്ക് കിട്ടും. ഓക്കെ, അതിന് മുമ്പ് തന്നെ നമ്മൾ ഈ ഒരു വർക്കും കാര്യങ്ങളും, ഈ ഒരു പെയിൻറ്റ് വർക്കും കാര്യങ്ങളെല്ലാം, ഈ ഒരു കളറും കാര്യങ്ങളെല്ലാം ചേഞ്ച് ആക്കണം. അതേപോലെ പുട്ടിയും കാര്യങ്ങളും ഇടാണ്ട് റൂമിൽ അതിലിട്ട് നമ്മളൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിന് ശേഷം ഞാൻ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം. ഇതിപ്പോൾ Day 1 ആണ് നമ്മൾ ക്രിയേഷന് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഓൾമോസ്റ്റ് ഇന്നലെ ഞാൻ പോയിട്ട് പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ആ ഒരു ഡിസൈനറോട് കണ്ടിട്ട് നമ്മുടെ ഫ്രണ്ട് തന്നെ ഉണ്ട്, പുള്ളിനോട് ചോദിച്ച് കളറും കാര്യങ്ങളും ഡിസൈഡ് ചെയ്തു. അതിന് ശേഷമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള അപ്ഡേറ്റ് ഞാൻ തരുന്നതാണ്. എന്തൊക്കെയാണ് പ്രൊഡക്റ്റ് വരുന്നത്, അതേപോലെ തന്നെ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ്, അതെങ്ങനെ ഞാൻ ഡിസ്കൗണ്ടിൽ എടുത്തു, ആ കാര്യങ്ങളെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഡെലിവറി വന്നിട്ടുണ്ട്. മോണിറ്ററാണ് ഫസ്റ്റ് ഡെലിവറി. നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം ഒരു നേരത്തെ എത്തിയിട്ടുണ്ട്, ഒരു ദിവസം നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട് ഡെലിവറി. നല്ല ഫാസ്റ്റായിട്ടുള്ള ഡെലിവറിയാണ്. ഓപ്പൺ ബോക്സ് ഡെലിവറിയാണ്. നല്ലൊരു പാക്കേജിങ്ങിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. ചെറിയ മഴയും കാര്യങ്ങളും കൊണ്ടിട്ടുണ്ട്. ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്യും. അതിനുശേഷം എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളുടെ അപ്പം തന്നെ റിട്ടേൺ ആകുന്നൊരു പോളിസി ആയിരുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും ഓപ്പൺ ചെയ്ത് നോക്കിയ സമയത്ത് ഡാമേജോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സ്ക്രീനിങ് കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡെലിവറി പോയി എല്ലാ എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതേപോലെ അകത്തേക്ക് വെള്ളമോ കാര്യങ്ങളോ ഒന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല. ഇതാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള ഒരു മോണിറ്റർ. ഒരു കേർവ്ഡ് ഡിസ്പ്ലേ ആയിരുന്നു. മോണിറ്ററിൻ്റെ എല്ലാ സാധനവും നോക്കി എല്ലാം പക്കയാണ്, എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. ശേഷം ഫിറ്റിങ്ങിലേക്ക് പോകുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എല്ലാം അതിനെ കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ടൂൾസോ കാര്യങ്ങളൊന്നും ആവശ്യമായി വന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എല്ലാ കാര്യങ്ങളും ഫിറ്റ് ചെയ്തു. അതേപോലെ തന്നെ ഡിസ്പ്ലേയും കാര്യങ്ങളെല്ലാം ഒരു പ്രത്യേക ലോക്കിംഗ് സിസ്റ്റമാണ്. നമുക്ക് ഈസി ആയിട്ട് തന്നെ സെറ്റ് ചെയ്യാനും കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഇതാണ് ഞാനൊരു സെറ്റ് ചെയ്തതിന് ശേഷമുള്ള ഒരു സെറ്റപ്പ്. നമുക്ക് നല്ലൊരു നീറ്റായിട്ടുള്ളൊരു ഡിസ്പ്ലേ ആണ്. അതേപോലെ തന്നെ ചെറിയൊരു കേർവ് ടൈപ്പാണ്. നമുക്ക് ബാക്കിൽ നോക്കുന്ന സമയത്ത് ലൈറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ, പക്ഷേ ഇവിടെ ഒരു കുഴപ്പമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള ഒരു മാക് മിനി എത്തിയിട്ടുണ്ടായിരുന്നില്ല. നെക്സ്റ്റ് ഡേ ആണ് ഡെലിവറിയും കാര്യങ്ങളും വരുന്നത്. ഇതൊരു ദിവസം മുന്നെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, നമുക്ക് അതേപോലെ നെക്സ്റ്റ് ഡേ നമുക്ക് ആ ഒരു കാര്യം പിക്ക് ചെയ്ത് നമുക്ക് നോക്കാം. ഞാൻ എടുക്കാൻ പോയിട്ട് ഒരു കൊറിയർ സർവീസിൻ്റെ ബ്ലൂ ഡാർട്ട് നല്ലൊരു കൊറിയർ സർവീസ് ആയിരുന്നു. മാക് മിനിയുടെ ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ഡെലിവറി ആയിരുന്നു. കുറച്ച് ദൂരെ പോയിട്ടായിരുന്നു ഡെലിവറിയും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഒരു പിൻകോഡിൽ ഡെലിവറിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കണ്ണൂർ പോയിട്ട് ഓൾമോസ്റ്റ് ഒരു 30-35 കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ടായിരുന്നു പോയിട്ട് പ്രൊഡക്റ്റും കാര്യങ്ങളും എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ചെക്കും കാര്യങ്ങളും ചെയ്തു. ഓക്കെ ആയിരുന്നു പ്രൊഡക്റ്റും കാര്യങ്ങളെല്ലാം. അതിന് ശേഷം നമ്മളെന്തായാലും കണ്ണൂർ വന്നു. അതിൻ്റെ അടുത്തുനിന്ന് 1 കിലോമീറ്ററും കൂടി ഉള്ളത് നമ്മുടെ പയ്യാമ്പലം ബീച്ചിൽ. ഞാൻ ഇപ്പോൾ ഉള്ളത് പയ്യാമ്പലം ബീച്ചിലാണ്. ഓക്കെ, കണ്ണൂർ അത്യാവശ്യം നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. വന്നപ്പോൾ മഴയായതുകൊണ്ട് തന്നെ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. നേരെ ചായലും കുറിച്ച് നേരെ വീട്ടിലേക്ക് വിട്ടു. വീട്ടിൽ പോയിട്ട് നമുക്ക് പരിപാടികളെന്ന് വെച്ചാൽ നമ്മുടെ റൂമിൽ കുറച്ച് സാധനങ്ങളുണ്ട്. അതെല്ലാം മാറ്റിയിട്ട് പെയിൻറ്റിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യണം. ഓക്കെ, അതാണ് പരിപാടി ഉള്ളത്. വീട്ടിലേക്ക് പോയിട്ട് ഇപ്പോൾ അയച്ചുകൊണ്ടിരിക്കുന്ന സാധനം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഗ്രീൻ മാറ്റാണ്. ഞാൻ വീഡിയോസും കാര്യങ്ങളും ഷൂട്ട് ചെയ്യുന്ന സമയത്ത്, നമ്മൾ ക്ലാസ്സും കാര്യങ്ങളും എടുത്തു കൊടുക്കുന്ന സമയത്ത് ഞാൻ ബാക്ക്ഗ്രൗണ്ടിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഗ്രീൻ മാറ്റാണ്. ഓക്കെ, ഇത് രണ്ടും അയച്ചു. അതേപോലെ തന്നെ കുറച്ച് സാധനങ്ങൾ നമ്മളെ കട്ടിൽ, അതേപോലെ തന്നെ മേശ കാര്യങ്ങളെല്ലാം എടുത്ത് പുറത്തിട്ടു. പെയിൻറ്റിങ്ങിന് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. പുള്ളിയെ തന്നെ അത് കോൺടാക്റ്റും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഫ്രണ്ടാണ് ഇപ്പോൾ പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാണുന്നത്. ഓക്കെ, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു കളർ കോഡ് എന്ന് വെച്ചാൽ ലെഫ്റ്റ് സൈഡിൽ ഇപ്പം നിങ്ങൾ കണ്ടിട്ടുള്ള ആ ഒരു
കളർ കോമ്പിനേഷൻ ആയിരുന്നു നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ചെറിയൊരു മിസ്മാച്ച് വന്നിട്ടുണ്ടായിരുന്നു. റൂമിന്റെ അകത്തായതുകൊണ്ട് തന്നെ പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഡാർക്കനിങ് ഷെയ്ഡ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ സീലിംഗ് നോക്കുന്ന സമയത്ത് ഒരു വൈറ്റ് കളറായിരുന്നു കൊടുത്തിട്ടുണ്ടായത്. ഗ്രീന് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു ബോർഡറായിട്ട്, അതെല്ലാം കവർ ചെയ്തുകൊണ്ട് ഒരു വൈറ്റ് ആയിരുന്നു അടിച്ചിട്ടുണ്ടായിരുന്നത്. അതേപോലെ നെക്സ്റ്റ് നമുക്കൊരു പ്രോബ്ലം ആയിട്ട് വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് കോട്ട് അടിച്ച സമയത്ത് സെക്കൻഡ് കോട്ട് അടിക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ മഴയായതുകൊണ്ട് തന്നെ ഉണക്ക കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വെയിറ്റ് ചെയ്ത് നെക്സ്റ്റ് ഡേ ആയിരുന്നു നമ്മൾ പെയിന്റിങ് കാര്യങ്ങളെല്ലാം അടിച്ചിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ നമ്മളൊരു കട്ടിലേന്റെ കളർ നോക്കലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു ബ്ലാക്ക്, അതേപോലെ തന്നെ ഒരു കാപ്പി കളറായിരുന്നു ഉണ്ടായിരുന്നത്. അത് വൈറ്റ് ആക്കാനുള്ള പ്ലാൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ജസ്റ്റ് ഒരു റൂമിലേക്ക് ഒരു ലൈറ്റ്നിങ് കൊണ്ടുവരുന്നുള്ളൊരു പ്ലാൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ വൈറ്റ് കാര്യങ്ങളെല്ലാം അടിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ജസ്റ്റ് നോക്കുന്ന സമയത്ത് മനസ്സിലാവും. ഇപ്പോൾ അടിച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു ലൈറ്റനിങ് കാര്യങ്ങൾ റൂമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതേപോലെ നമ്മൾ ആ ഒരു വാതിലിന്റെ കളറെല്ലാം നോക്കലാണെങ്കിൽ ഞാൻ വൈറ്റ് തന്നെ ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. റൂമിൽ കുറച്ച് ബ്രൈറ്റ്നെസ് കൊണ്ടുവരണം എന്നുള്ളൊരു പ്ലാൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ആ ഒരു ഫിനിഷിങ്ങിന്റെ ആ ഒരു ഏരിയയിൽ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഇപ്പോൾ റൂമിൽ പെയിന്റിങ് കാര്യങ്ങൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ജനാലൊക്കെ ജസ്റ്റ് ഒരു കളറും കൊണ്ടടിച്ചതിൻ്റെ ഒരു ഷെയ്ഡ്നെസ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ, ഇതായിരുന്നു നമ്മൾ ആ ഒരു ഫിനിഷിങ് ചെയ്തിട്ട് നമ്മളൊരു കളറും കാര്യങ്ങളും വരുന്നത്. നമ്മൾ പുട്ടിയിടാൻ ഫുള്ളായിട്ടൊരു പുട്ടിയും കാര്യങ്ങളൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ആ ഒരു വാതിൽ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും ചെറിയൊരു പുട്ടിയുടെ ഒരു കുറവും കാര്യങ്ങളും കാണുന്നുണ്ട്. ബട്ട് കംപ്ലീറ്റ്ലി നോക്കുന്ന സമയത്ത് ഒരു നീറ്റായിട്ടുള്ള ലുക്കും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് 2 പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട്. രണ്ടല്ല, ഓൾമോസ്റ്റ് എല്ലാ പ്രൊഡക്റ്റും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മോണിറ്റർ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ സീറ്റിന് പകരം മാക്കിന്റെ ഒരു മാക് മിനിയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. മാക് മിനി വന്നിട്ടുണ്ട്. അതേപോലെ നമ്മൾ കീബോർഡ് വാങ്ങിയിട്ടുണ്ട്. കീബോർഡ് HP ആണ് വരുന്നത്. ഓക്കെ, ഞാൻ 2 പ്രൊഡക്റ്റിന്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം. അതേപോലെ ലാസ്റ്റ് സെറ്റപ്പും കാര്യങ്ങളെല്ലാം കാണിച്ചു. ഓൾമോസ്റ്റ് പെയിന്റിങ് കാര്യങ്ങൾ അടിച്ച് ക്ലിയർ ആയിട്ടുണ്ട്. ഓക്കെ, അതേപോലെ നമ്മൾ ചെയർ ബുക്ക് ചെയ്തിട്ടുണ്ട്. ചെയർ കാര്യങ്ങളെല്ലാം സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഓരോ പ്രൊഡക്റ്റ് ഞാൻ കാണിച്ചു തരാം ഏതൊക്കെയാണ് പ്രൊഡക്റ്റ് ഉള്ളത്. അതേപോലെ കോസ്റ്റ് കാര്യങ്ങൾ ലാസ്റ്റ് പറഞ്ഞിരുന്നതാണ് എത്രയാണ് കോസ്റ്റ് ആയിട്ടുള്ളത്. അതേപോലെ ഇതിന്റെ ബൈ ചെയ്യേണ്ട ലിങ്കും കാര്യങ്ങളും ഡൗൺ സൈഡിൽ കൊടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതിപ്പോൾ ഞാൻ ഓർഡർ ആക്കിയുള്ളത് ഒരു HP ബ്രാൻഡിന്റെ ഒരു കീബോർഡാണ്. അതേപോലെ തന്നെ മാക്കാണ്. ബാക്ക് ഞാൻ അൺബോക്സ് ചെയ്തിട്ടില്ല. അൺബോക്സ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, നമ്മുടെ ഈ 2 പ്രൊഡക്റ്റ് ഞാൻ അൺബോക്സ് ചെയ്ത് കാണിച്ചു. അതേപോലെ നമ്മുടെ എല്ലാ പ്രൊഡക്റ്റും വന്നിട്ടുണ്ട് ഓൾമോസ്റ്റ്. നമുക്കിതൊന്ന് സെറ്റപ്പ് ചെയ്ത് വെക്കണമെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് പ്രൊഡക്റ്റ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കീബോർഡ് നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഒരു HP ബ്രാൻഡിന്റെ കീബോർഡാണ് വരുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു നെയിമും കാര്യങ്ങളും വരുന്നത്. ഞാൻ ഡൗൺ സൈഡിൽ ലിങ്ക് കൊടുക്കാം, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും ഏതാണ് കീബോർഡ് കാര്യങ്ങൾ. ഓക്കെ, അതേപോലെ തന്നെ ഒരു പോർട്ടബിൾ ഹബ് ഉണ്ട്. ഓക്കെ, ഇതാണ് ബ്രാൻഡ് വരുന്നത്. ഞാൻ ഡൗൺ സൈഡിൽ ലിങ്ക് കൊടുക്കാം. എല്ലാ പ്രൊഡക്റ്റിനും ലിങ്ക് കൊടുക്കാം. അതേപോലെ എങ്ങനെ ബഡ്ജറ്റ് കാര്യങ്ങൾ പറഞ്ഞാൽ ഞാൻ ഈ 2 പ്രൊഡക്റ്റ് കൊടുത്തിട്ടുള്ളത് ഫ്ലിപ്കാർട്ടിലാണ് പ്രൊഡക്റ്റ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഈ ഒരു മാഗ്നറ്റിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ USB എല്ലാം നമുക്കിപ്പോൾ പെൻഡ്രൈവ് കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു പോർട്ട് തരുന്നില്ല. അപ്പൊ നമുക്ക് ഈ ഒരു സീറ്റായിട്ട് കുത്തിയിട്ട് വേണം കണക്ട് കാര്യങ്ങൾ ചെയ്യാൻ. അതേപോലെ നമ്മുടെ മൗസ് കാര്യങ്ങളെല്ലാം ബ്ലൂടൂത്ത് ബേസ് അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ വേണം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഇനിയും കാര്യങ്ങളുണ്ടല്ലോ. ഓക്കെ, ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത്. ഈ പ്രൊഡക്റ്റിലേക്ക് ഞാൻ താഴെ കൊടുക്കാം. അതേപോലെ നമ്മൾ എടുത്തിട്ടുള്ളത് HP ഒരു വൈറ്റ് കീബോർഡാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം കുഴപ്പമില്ലെങ്കിൽ ലുക്ക് വൈസ് അടിപൊളിയായിട്ട് തോന്നിയതുകൊണ്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതേപോലെ നല്ല റിവ്യൂസും കാര്യങ്ങളായിരുന്നു. അതേപോലെ നമുക്ക് നല്ലൊരു വാറണ്ടിയും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. HP ബ്രാൻഡ് വേണം ഞാൻ വിശ്വസിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായത്. വേറെ പ്രൊഡക്റ്റെല്ലാം നോക്കിയായിരുന്നു. ലാസ്റ്റ് ഫൈനലൈസ് ചെയ്തിട്ട് ഈ ഒരു പ്രൊഡക്റ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഓക്കെ, അതേപോലെ തന്നെ അത്യാവശ്യം നല്ല ഡീസന്റ് ലുക്കാണ് ലാസ്റ്റ് നമുക്ക് കാണാം. അതേപോലെ നമുക്ക് ഇതിന് ബാറ്ററി ടൈപ്പ് ആണ് വരുന്നുണ്ടാവുക. ഓക്കെ, പിന്നെ നമ്മൾ നെക്സ്റ്റ് പ്രൊഡക്റ്റ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാക്കാണ് വരുന്നത്. ഓക്കെ, ഈ ഒരു മാക്ക് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞ സൈറ്റിൽ നിന്നാണ് ഞാൻ ബൈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇതിന്റെ പ്രൈസും കാര്യങ്ങൾ ഇതിൽ വരുന്നത് 59,900 വരുന്നത്. നമ്മൾ ഓൺലൈൻ ഷോപ്പിൽ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഓൾമോസ്റ്റ് ഒരു 56 രൂപയിലുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യുന്നതാണ്. ഞാൻ പക്ഷേ ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റുഡന്റ് ഐഡിയും കാര്യങ്ങളും കൊടുത്തിട്ട് 49,900 സംതിങ്ങിനാണ് ഞാൻ ബൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡയറക്റ്റ് സൈറ്റിൽ നിന്നാണ് ബുക്കും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ അൺബോക്സ് ചെയ്ത് നോക്കാം. അൺബോക്സ് ചെയ്ത് നോക്കാം. ഈ ഒരു സാധനം പിടിച്ച് വലിക്കാം. ഇതാണ് അത്യാവശ്യം നല്ല പാക്കിംഗ് ആണ്. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് വരുന്നത്. ഓക്കെ, അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ലെവലിലാണ് പാക്കിംഗ് കാര്യങ്ങൾ ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ അൺബോക്സ് ചെയ്ത് നോക്കാം. വലിക്കാം. ഓക്കെ, ഇവിടെ ഒന്നുണ്ട്, അതൊന്ന് വലിക്കാം. ഓക്കെ,
സാധനം. വളരെ ചെറുത്, എൻ്റെ കയ്യിലും വെച്ച് നോക്കലാണ്. കണ്ടോ, നമ്മൾ ഈ ഒരു കീബോർഡായിട്ട് ഓൾമോസ്റ്റ് നോക്കലാണെന്നുണ്ടെങ്കിൽ കീബോർഡിൻ്റെ ചെറിയ സൈസിലാണ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു ലുക്കിലാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഒന്നുകൂടി ഒന്ന് പറയാം. അയ്യോ, ഓക്കെ. നമുക്ക് പോർട്ട് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ HDMI ഉണ്ട്, അതുപോലെ 3 C പോർട്ടുണ്ട്, ബാക്കിയുള്ള കണക്റ്ററും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ, ബാക്കിയുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു സെറ്റപ്പും കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യുന്നൊരു വീഡിയോ എടുക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു, അതുകൊണ്ട് കാണിച്ചു തന്നേ ഉള്ളൂ. ഓക്കെ, അതേപോലെ ഞാൻ അടുത്തുനിന്ന് HP കീബോർഡും കൂടി കാണിച്ചു തരാം. ഇതാണ് കീബോർഡ് വരുന്നത്. അത്യാവശ്യം നല്ല നീറ്റ് ലുക്കാണ്, ഒരു വൈറ്റ് കീബോർഡ്. അതേപോലെ തന്നെ ഞാൻ ഈ ഒരു iOS-ന് സ്യൂട്ടായിട്ടുള്ള രീതിയിലുള്ളൊരു കീബോർഡും കൂടിയാണ് നോക്കിയുള്ളത്. ആൾട്ട് കമാൻഡ് ഷിഫ്റ്റ്. ഓക്കെ, ഇതാണ് ബാക്ക് സൈഡ് വരുന്നത്, ഇതാണ് ഈ ഒരു സൈഡ് വരുന്നത്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള സെറ്റപ്പും കാര്യങ്ങളെല്ലാം ഞാൻ സെറ്റ് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം. നമ്മുടെ റൂമിൻ്റെ ഫൈനൽ ലുക്ക് ഈ ഒരു രീതിയിലാണ് വരുന്നത്. കളേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു ബ്രൈറ്റ്നെസ് വരുന്ന രീതിയിൽ ഈ ഒരു കളറാണ് ഞാൻ ചേഞ്ചിങ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഒരു വൈറ്റ് ഫാമിലിയുടെ കളറാണുള്ളത്. അതേപോലെ മാതിരി അതേപോലെ നമ്മൾ മെയിനായിട്ട് ചേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇതിൻ്റെ കട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി വലുതാണ്, ഞാൻ ചെറുതാക്കിയിട്ടുണ്ട്. ഈ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രൈപോഡ് ആഡ് ചെയ്തിട്ടുണ്ട്, ഓൾമോസ്റ്റ് ഉള്ളത് തന്നെയാണ്. ഓക്കെ, അതേപോലെ ബാക്കിയുള്ള ഡീറ്റെയിൽസ്, ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളും, അതേപോലെ എത്ര രൂപക്കാണ് ഞാൻ വാങ്ങിയിട്ടുള്ള ഡിസ്കൗണ്ട് കാര്യങ്ങളെല്ലാം ഞാൻ പറയാം. ഒരു ചെയർ അത്യാവശ്യം നല്ലൊരു കംഫർട്ടബിൾ ഒരു ചെയർ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് തല വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറ്റണില്ല. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്ന സമയത്ത് ഓക്കെയാണ്. അത്യാവശ്യം നല്ലൊരു ചെയറാണ്. ഓൾമോസ്റ്റ് 5000 റുപ്പീസ് കൊടുത്തിട്ടാണ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു ചെയർ ബുക്ക് ചെയ്തിട്ടുള്ളത്. ഞാൻ ലിങ്ക് ഡൗൺ സൈഡിൽ കൊടുക്കാം, നിങ്ങൾക്ക് കയറി ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ നെക്സ്റ്റ് വരുന്ന കാര്യമാണ് ഈ ഒരു മോണിറ്റർ. അത്യാവശ്യം വൈഡായിട്ടൊരു മോണിറ്ററാണ്. ഓൾമോസ്റ്റ് 29.5 ഇഞ്ചാണ് ഇതിൻ്റെ ഒരു മോണിറ്റർ വരുന്ന, ഒരു കർവ്ഡ് ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ ആണ്. അതേപോലെ ബേക്കിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ലൈറ്റും കാര്യങ്ങളെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അതേപോലെ ഒരു കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കാണാൻ പറ്റും. തീരെ വയറോ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, കുറച്ച് ഒരു വയർ മാത്രമേ കാണുള്ളൂ, ബാക്കിയെല്ലാം വളരെ നീറ്റായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് വെച്ചാൽ ഓൾമോസ്റ്റ് 17,000 രൂപ സംതിങ് ആണ് ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളും വരുന്നത്. അതേപോലെ ഈ ഒരു മോണിറ്റർ ഞാൻ ബൈ ചെയ്തിട്ടുള്ളത് ഫെഡറൽ ബാങ്കിൻ്റെ ഒരു ഡെബിറ്റ് കാർഡിന് ഓഫറും കൂടി ഉണ്ടായിരുന്നു. ആ ഒരു ഓഫർ അപ്ലൈ ചെയ്തിട്ട് ഞാൻ 16,000 സംതിങ്ങിനാണ് ഈ ഒരു മോണിറ്റർ വാങ്ങിയിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഞാൻ CPU ആയിരുന്നു ഫസ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ടായത്. ബട്ട് അതിന് ശേഷം ഓൾറെഡി മാക് യൂസ് ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു കംഫർട്ട് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ മാക് മിനിയിലേക്ക് അപ്ഡേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. മാക് മിനിയുടെ പ്രൈസ് വരുന്നത് ഓൾമോസ്റ്റ് 59,900 ആണ്. ഓൺലൈനിലും അതേപോലെ ഷോപ്പിലെല്ലാം വരുന്നുണ്ടായിരുന്നു. ഓൺലൈനിൽ നമുക്ക് 56 സംതിങ്ങിനാണ് കാണിക്കുന്നത്. ഷോപ്പിൽ ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ 56 രൂപ സംതിങ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനൊരു മാക് മിനി വാങ്ങിയിട്ടുള്ളത് 49,900-നാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റുഡൻറ്റ് ID ഉണ്ട്. ആ ഒരു സ്റ്റുഡൻറ്റ് ID യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് 10,000 റുപ്പീസോളം ഡിസ്കൗണ്ടും കാര്യങ്ങളും കിട്ടുന്നതാണ്. ഓക്കെ, അങ്ങനെ ഞാൻ ഈ ഒരു മാക് മിനി വാങ്ങിയിട്ടുള്ളത് 49,900-നാണ്. അതേപോലെ നമുക്ക് ബാക്കിയുള്ള നമ്മുടെ പെൻ ഡ്രൈവും അതേപോലെ നമ്മുടെ ഒരു മൗസിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പോർട്ടബിൾ ഹബ്ബ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു പോർട്ടബിൾ ഹബ്ബ് വാങ്ങിയിട്ടുള്ളത് ഓൾമോസ്റ്റ് നമുക്ക് 300 റുപ്പീസ് സംതിങ് ആണ് വരുന്നത്. ഇതിൻ്റെ ഞാൻ ലിങ്ക് ഡൗൺ സൈഡിൽ കൊടുക്കാം. ഈ ഒരു മോണിറ്റർ ലിങ്ക് ഞാൻ ഡൗൺ സൈഡിൽ കൊടുക്കാം, നിങ്ങൾക്ക് പോയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് വരുന്നതാണ് നമുക്ക് ഈ ഒരു കീബോർഡ്. ഓക്കെ, ഞാൻ കുറച്ച് യൂസ് ചെയ്തൊരു 3 days യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കീബോർഡാണ്. ഇവിടെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൽ ലൈറ്റ്സ് വരുന്നില്ല. ക്യാപിറ്റലും അതേപോലെ സ്മോൾ ലെറ്ററിലാക്കുമ്പോൾ ലൈറ്റോ കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ ഇത് യൂസ് ചെയ്യുന്ന ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, എനിക്കത് കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് നോക്കാം. അങ്ങനെയുള്ള ലൈറ്റും കാര്യങ്ങളുണ്ടെങ്കിൽ അത്രയും ബെറ്ററാണ്. എൻ്റെ ഒരു പഴയ മൗസാണ്. ഞാൻ ആ സമയത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്ന 400 റുപ്പീസ് സംതിങ് ആരെ കൊടുത്തിട്ട് വാങ്ങിയിട്ടുണ്ടായത്. അതുപോലെ ഈ ഒരു മാറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ലൊരു എനിക്കിഷ്ടപ്പെട്ടൊരു മാറ്റാണ്, കാണാൻ നല്ല ഭംഗിയുണ്ട്, അതുകൊണ്ടാണ് വാങ്ങിയിട്ടുള്ളത്. ഓക്കെ, ഇതിന് ഓൾമോസ്റ്റ് ഒരു 300 റുപ്പീസ് 250 റുപ്പീസ് സംതിങ് ആണ് കൊടുത്തിട്ടുള്ളത്.
ഓക്കെ, അപ്പോൾ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ഒരു നൈസ് ലുക്ക് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ലൊരു കംഫർട്ടും കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. നമുക്കിവിടെ കളർ മാച്ച് ആദ്യം അതേപോലെ തന്നെ ഈ ഒരു മാച്ച് ഞാൻ ചേഞ്ച് ചെയ്യണമെന്ന് വിചാരിച്ചാണ്. ഇത് വേറെ മാറ്റി വെക്കാൻ സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതന്നെ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തായാലും കുറച്ചുകൂടി കഴിഞ്ഞിട്ടാകുമ്പോൾ ഞാനൊരു മേശ, അതായത് നമ്മളൊരു ഡെസ്ക് അപ്ഡേറ്റ് ചെയ്യാൻ പ്ലാനും കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ആ ഒരു ലുക്കും കാര്യങ്ങളെല്ലാം വരുന്നുണ്ടാകാം. അത്യാവശ്യം നല്ല രീതിയിൽ ബ്രൈറ്റ്നസ്സും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഓക്കെ.